നമുക്ക് വളരെ പെട്ടെന്ന് തൃശ്ശൂരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അവിടെ നിന്ന് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്ന് ഹരീഷ് കൂടി ചേരുന്നു. ഹരീഷ്, അവിടെ നിന്നുള്ള വിവരങ്ങൾ. കെ സ്വപ്ന, ഗുഡ് മോർണിംഗ്. തൃശ്ശൂരെ സംബന്ധിച്ച സ്ട്രോങ് റൂമുകൾ തുറക്കാൻ പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അല്പസമയത്തിനകം തന്നെ സ്ട്രോങ് റൂമുകൾ തുറക്കും. കൃത്യം 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 8:30യോടുകൂടിയും EVM അടക്കമുള്ള എണ്ണൽ ആരംഭിക്കും. ഒരു 8-9 മണിയോടുകൂടി തന്നെ നമ്മുടെ ആദ്യ ഫലസൂചനകൾ ലഭിക്കുമെന്നുള്ളതാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് അറിയാം. കാരണം പ്രത്യേകിച്ചും ഈ തൃശ്ശൂർ ആരെ എടുക്കും, അതായത് LDFന് വലിയ സ്വാധീനമുള്ള തൃശ്ശൂരിൽ LDF അത് തിരിച്ചെടുക്കുമോ അല്ലെങ്കിൽ കോൺഗ്രസ് തിരിച്ചെടുക്കുമോ, LDF ഭരണം തുടരുമോ എന്നുള്ള വലിയ ഒരു നിർണായകമായ ഒരു കാഴ്ച കാത്തിരിക്കുകയാണ് ഈ തൃശ്ശൂരിലെ സംവിധായകരും ജനങ്ങളും ഈ പ്രവർത്തകരും സ്ഥാനാർത്ഥികളും ഒക്കെ എന്നുള്ളതാണ്. എന്തായാലും 9 മണിയോടുകൂടി തന്നെ ഒരു ആദ്യ ഫലസൂചകങ്ങൾ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് പറയുന്നത്. തൃശ്ശൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളുള്ള ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ. പ്രത്യേകിച്ചും മണലൂർ അടക്കമുള്ള, അതുപോലെ തൃശ്ശൂർ അടക്കമുള്ള, നാട്ടിക അടക്കമുള്ള നിർണായക മത്സരങ്ങൾ, ശക്തിയായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളുള്ള തൃശ്ശൂരിൽ അത് ആർക്കായിരിക്കും അനുകൂലം അല്ലെങ്കിൽ ആരായിരിക്കും അത് എടുക്കുക എന്നുള്ളൊരു ആകാംക്ഷയോടുള്ള കാത്തിരിപ്പാണ് നമുക്ക് തൃശ്ശൂരിൽ കുറേ ദിവസങ്ങളായി കാണാൻ കഴിയുന്നത്. ഇന്ന് ഈ ഒരു വിധി നിർണയത്തിൻ്റെ ദിവസവും വലിയ ആകാംക്ഷയിലും വലിയ പ്രതീക്ഷയിലുമൊക്കെയാണ് സ്ഥാനാർത്ഥികളടക്കം ഉള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കാണ് അല്ലെങ്കിൽ ആരാണ് തൃശ്ശൂർ എടുക്കുക എന്നുള്ളൊരു ഒരു ട്രെൻഡ് ആർക്കായിരിക്കും എന്നുള്ളത് അല്പസമയത്തിനകം ഒരു 9 മണിയോടുകൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യ ഫലസൂചകങ്ങൾ വരുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ മണലൂർ അടക്കമുള്ള ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ വലിയ പ്രവചനാതീതമായ മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. രാഷ്ട്രീയ പ്രവചനങ്ങൾക്കപ്പുറം എന്താണ് തൃശ്ശൂരിലടക്കം സംഭവിക്കുക എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്.